പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ നെഞ്ചു പുലർത്തി ഇന്ത്യ ശക്തമായ മറുപടി കൊടുത്തതിന് പിന്നാലെ ഇപ്പോൾ ആശങ്ക അറിയിച്ച് ചൈന. ആണവശക്തികളായ അയൽ രാജ്യങ്ങൾ സമാധാനത്തിന് മുൻതൂക്കം നൽകണമെന്നതാണ് ചൈന വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ കഴുത്തിനെ വരിഞ്ഞു മുറുക്കുകയാണ്. ലോക നേതാക്കളെല്ലാം തന്നെ ഇന്ത്യയെ പിന്തുണച്ച് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാന്റെ നിലനിൽപ്പ് കൂടുതൽ അപകടത്തിലേക്ക് തന്നെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നതും. നിരപരാധികളായി 26 പേരുടെ കുടുംബാംഗങ്ങളുടെ കണ്ണുനീരിന്റെ വില തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയിരിക്കുന്നത്. അതിനിടയിലാണ് പാകിസ്ഥാന്റെ ഉറ്റ ചെങ്ങാതിയായ ചൈന പോലും ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും. ആണവശക്തികളായ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥയിൽ ഇരുകൂട്ടരും സംയമനം പാലിക്കണമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടതായി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം വേർപെടുത്താൻ പറ്റാത്ത അയൽ രാജ്യങ്ങളാണ്. അവർ ചൈനയുടെയും അയൽക്കാരാണ്. നിലവിലെ സ്ഥിതിയിൽ ആശങ്കയുണ്ട് എന്നും എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ചൈന എതിർക്കുന്നുവെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചതായി പറയുന്നു. സമാധാനത്തിനും സ്ഥിരതയ്ക്കും മുൻതൂക്കം നൽകണമെന്നും നിലവിലെ സ്ഥിതി വഷളാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ അടുത്ത സഖ്യകക്ഷിയാണ് ചൈന. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ചൈന അതിർത്തി പങ്കിടുന്നുണ്ട്. അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ഇസ്രയേലും നിലവിലെ സ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യമാണ് ഉള്ളതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരണം അറിയിച്ച് രംഗത്ത് വന്നിരുന്നു. പ്രശ്നം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സംഘർഷാവസ്ഥയിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസും ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രയേലും രംഗത്ത് വന്നു. ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്നായിരുന്നു ഇസ്രയേൽ അറിയിച്ചതും. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ 70 പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായതും. അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെ നടന്ന അപ്രതീക്ഷിത ആക്രമണത്തിൽ 60-ലേറെ ഭീകരർക്ക് പരിക്കേറ്റതായും വിവിധ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയതും. ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ നേതാക്കളായ അബ്ദുൾ മാലിക, മുദാസിർ എന്നിവരും ഉൾപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അന്വേഷിക്കുന്ന കൊടും ഭീകരരാണ് ഇവരും. ലഷ്കർ കേന്ദ്രമായ പാകിസ്ഥാനിലെ മുരിഡ്കോയിലെ മാർക്സ് തോയ്ബയ്ക്ക് നേരെ നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. മെയ് 7-ാം തീയതി പുലർച്ചെയായിരുന്നു വ്യോമ, കര, നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ നടന്നതും. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയവരുടെ പ്രധാന താവളങ്ങൾ എല്ലാം തന്നെ ഇന്ത്യ ആക്രമണത്തിൽ തകർത്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്.